അതായത് നമ്മൾ ഈ ഫാമിലി കേസസിൽ പൊതുവെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് കണ്ടസ്റ്റഡ് ഡിവോഴ്സ്. എന്താണ് ഈ കണ്ടസ്റ്റഡ് ഡിവോഴ്സ്? എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ വൈഫും ഹസ്ബൻഡും തമ്മിൽ ചെറുതും വലുതുമായ പലതരം ഇഷ്യൂസ് ഉണ്ടാകാം. അതിൽ ഒരാൾ ആ വ്യക്തിക്ക് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല, ആ വ്യക്തിക്ക് പിരിയണം എന്ന് തോന്നുമ്പോൾ ആ വ്യക്തി ഒരു അഡ്വക്കേറ്റിനെ സമീപിച്ച് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്യും. ഈ ഡിവോഴ്സ് പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ കോടതി എതിർകക്ഷിക്ക് 2 നോട്ടീസ് അയക്കും. എന്തിനാണ് 2 നോട്ടീസ്? അതായത് ഹൈക്കോടതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കോടതി 2 നോട്ടീസ് എതിർകക്ഷിക്ക് അയക്കുന്നത്. അതായത് ഒരു ഡേറ്റിൽ ഒരു നോട്ടീസ് അയച്ചിട്ട് ആ കക്ഷിക്ക് ഹാജരാകാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു നോട്ടീസും കൂടെ കോടതി എതിർകക്ഷിക്ക് അയക്കും. ഒരാൾ പെറ്റീഷൻ ഫയൽ ചെയ്തതിൻ്റെ കോപ്പി കിട്ടാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു അവകാശം നമുക്കുണ്ട്. ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അലിഗേഷൻസ് ഉന്നയിച്ചാൽ അത് നമുക്കറിയാനുള്ള ഒരധികാരമുണ്ട്. പക്ഷേ ഈ ഫാമിലി കേസിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിൻ്റെ കോപ്പി നമുക്ക് തരത്തില്ല കോടതി. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പെറ്റീഷനിൽ ആ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന ആൾ പലതരം അലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ടായിരിക്കും. ആ അലിഗേഷൻസ് എതിർകക്ഷിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി ലൈഫ് വീണ്ടും റീജോയിൻ ചെയ്യാനുള്ള ചാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവും. അതുകൊണ്ടാണ് ഈ പെറ്റീഷൻ്റെ കോപ്പി കോടതി കൊടുക്കാത്തത്. ദെൻ ഇവരെ കോടതി കൗൺസിലിങ്ങിന് വിടും. കൗൺസിലിങ്ങിൽ ഇവർ ഒരു സെറ്റിൽമെൻറ്റിലെത്തി ഇല്ലെങ്കിൽ പിന്നെ അവരെ മീഡിയേഷൻ അയക്കും. ആ മീഡിയേഷനും ഇവർ സെറ്റിൽമെൻറ്റിലാകുന്നില്ല എങ്കിൽ കോടതി പ്രൊസീജിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എതിർകക്ഷിക്ക് പെറ്റീഷൻ്റെ കോപ്പി കൊടുത്തിട്ട് ആ എതിർകക്ഷിക്ക് ഒബ്ജക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഫയൽ ചെയ്യാനുള്ള ഒരു സാവകാശം കോടതി കൊടുക്കും. പിന്നെയാണ് പ്രീ ട്രയൽ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കൊടുക്കാനുള്ള ഡോക്യുമെൻറ്റ്സുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക. ദെൻ വിറ്റ്നസ് ലിസ്റ്റ് നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ എവിഡൻസിന് വേണ്ടിയുള്ള അഫിഡവിറ്റ് ഫയൽ ചെയ്യണം. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള എവിഡൻസുകൾ കോടതിയിൽ ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്രോസ് എക്സാമിനേഷൻ ചെയ്യും. അതിനുശേഷം നമ്മളെ ഹിയറിങ്ങിന് വേണ്ടി കോടതി പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ കേസ് ഓർഡേഴ്സിന് എടുക്കും.